എസെൻഷ്യൽ ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിൽസ്. നമ്മൾ കോൺട്രാക്ട് ഓഫ് സെയിൽസിനെ പറ്റി ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽസ് അത് പൂർണ്ണാർത്ഥത്തിൽ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽസ് എന്ന് പറയണമെങ്കിൽ അതിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിൽസ്, അതിനെപ്പറ്റി നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ്സ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. അപ്പം നമ്മൾ കോൺട്രാക്ട് പഠിക്കുന്ന സമയത്ത് കുറച്ച് ഫീച്ചേഴ്സ്, കുറേ റിക്വയർമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ടാവും. ആ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയോ, അതായത് ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആകാൻ എന്തെല്ലാം റിക്വയർമെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽസിനും ആവശ്യമാണ്. അതാണ് ഒന്നാമത്തെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് റിക്വയർമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് സെയിൽസിനെ പറ്റിയാണ്. അതിന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ആദ്യത്തെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഓൾ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് മസ്റ്റ് ബി ഫുൾഫിൽഡ്. ഒരു കോൺട്രാക്റ്റിന് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് വേണോ അതെല്ലാം കോൺട്രാക്ട് ഓഫ് സെയിൽസിനും ആവശ്യമാണ്. നമുക്കറിയാം ഒരു വാലിഡ് കോൺട്രാക്റ്റിന് എന്തെല്ലാം ആവശ്യങ്ങൾ വേണ്ടി വരുന്നുള്ളത്. That is some of the requirements actually I mentioned here. That is offer and acceptance, free consent from the parties, consideration, valid contract and it should be lawful objective, competent parties, intention to create legal obligation. അങ്ങനെയുള്ള ചില റിക്വയർമെൻറ്റ്സ് പറയുന്നുണ്ട്. ആ ഒരു വാലിഡ് കോൺട്രാക്റ്റിന് എന്തെല്ലാം റിക്വയർമെൻറ്റ്സ് വേണോ അതെല്ലാം കോൺട്രാക്ട് ഓഫ് സെയിൽസിനും ആവശ്യമാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിൽസ്. ദെൻ നെക്സ്റ്റ്, ദാറ്റ് ഈസ് ഓൾ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് മസ്റ്റ് ബി ഫുൾഫിൽഡ് ആൻഡ് ഇറ്റ്സ് തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ. ദാറ്റ് ഈസ് കോൺട്രാക്ട് ഓഫ് സെയിൽസ് മസ്റ്റ് ബി ഫുൾഫിൽഡ് all the requirements of a valid contract like free consent, lawful objects, consideration, competency of the parties, and if any of the essential of a valid contract is missing, the contract of sale will not be valid. Contract of sales valid ആവണമെങ്കിൽ ഒരു കോൺട്രാക്റ്റിനകത്ത് എന്തെല്ലാം റിക്വയർമെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം വാലിഡ് ആയിരിക്കണം. അതിലേതെങ്കിലും ഒന്ന് വാലിഡ് അല്ലെങ്കിൽ കോൺട്രാക്ട് ഓഫ് സെയിൽസും വാലിഡ് ആവില്ല. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റിക്വയർമെൻറ്റ്സ്. ആൻഡ് എക്സാമ്പിൾ ഇവിടെ പറയാണ്, എ അഗ്രി ടു സെൽ സെർട്ടൻ ഫർണിച്ചർ ടു ബി വിത്തൗട്ട് കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെ എ അങ്ങ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് ബി എന്ന് പറയുന്ന ആളിന് ഒരു ഫർണിച്ചർ അങ്ങ് തരാൻ പോവാണ്, നിനക്ക് ഞാൻ വിൽക്കാൻ പോവുകയാണ്, പക്ഷെ നീ കൺസിഡറേഷൻ ഒന്നും തരണ്ട എന്ന് പറഞ്ഞാണ് വെക്കുന്നതെങ്കിൽ ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ വൺ ഓഫ് ദ എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ആണ് കൺസിഡറേഷൻ വേണമെന്നുള്ളത്. അതിവിടെ ആബ്സെൻ്റ് ആണെങ്കിൽ ആ എഗ്രിമെൻറ്റ് വാലിഡ് അല്ല. അതുകൊണ്ട് തന്നെ ആ കോൺട്രാക്ട് ഓഫ് സെയിൽസും വാലിഡ് അല്ല. ക്ലിയർ? നെക്സ്റ്റ്, ദർ മസ്റ്റ് ബി ടു പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ഓഫ് സെയിൽസ്. കോൺട്രാക്ട് ഓഫ് സെയിൽസിന് ടു പാർട്ടീസ് ഉണ്ടായിരിക്കണം. ദർ മസ്റ്റ് ബി ടു പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ഓഫ് സെയിൽസ്. എനിക്ക് തന്നെ ഗുഡ്സ് വിൽക്കുവാൻ ഒരിക്കലും കഴിയില്ല. കോൺട്രാക്ട് ഓഫ് സെയിൽസ് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? ദർ മസ്റ്റ് ബി ടു പാർട്ടീസ് ഇൻ ദ കോൺട്രാക്ട് ഓഫ് സെയിൽസ്. ഓക്കെ, മനസ്സിലായോ? രണ്ട് പാർട്ടീസ് ആവശ്യമാണ്. ഓക്കെ, സോ ഇൻ ഓർഡർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിൽ ദർ മസ്റ്റ് ബി ടു പാർട്ടീസ്. രണ്ട് പാർട്ടീസ് ഉണ്ടായിരിക്കണം. ദെൻ ആൻഡ് ദേ ആർ ദ സെല്ലർ ആൻഡ് ദ ബയ്യർ. ഏതായിരിക്കണം ഈ രണ്ട് പാർട്ടീസ്? ഒരാൾ സെല്ലറും ഒരാൾ ബയ്യറും ആയിരിക്കണം. The reason is that in a contract of sale, the ownership of goods has to pass from one person to another. നമ്മൾ സെയിൽസിൻ്റെ എഗ്രിമെൻറ്റിനകത്ത് പഠിച്ചിട്ടുണ്ട്, ബേസിക് മീനിങ്ങിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പേഴ്സൺ, ബയ്യർ ആൻഡ് സെല്ലർ. ആൻഡ് എവിടെ എന്ത് സംഭവിക്കണമെന്നാണ് പറയുന്നത്? ദ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് മസ്റ്റ് ബി ട്രാൻസ്ഫർ ഫ്രം ദ സെല്ലർ ടു ദ ബയ്യർ. അപ്പം അങ്ങനെ സംഭവിക്കണമെങ്കിൽ അവിടെ ഒരു ബയ്യറും സെല്ലറും എന്നുള്ള രണ്ട് പാർട്ടീസ് ആവശ്യമാണ്. ദാറ്റ് ഈസ് അനദർ റിക്വയർമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ആൻഡ് സോ ദ സെല്ലർ ആൻഡ് ദ ബയ്യർ മസ്റ്റ് ബി ടു ഡിഫറെൻറ്റ് പേഴ്സൺ. അതുപോലെ തന്നെ സെല്ലറും ബയ്യറും, ഞാൻ തന്നെ സെല്ലറാണ് ഞാൻ തന്നെ ബയ്യർ എന്ന് പറയാൻ പറ്റത്തില്ല. ദ സെല്ലർ ആൻഡ് ബയ്യർ മസ്റ്റ് ബി ടു ഡിഫറെൻറ്റ് പേഴ്സൺസ്. ഓക്കെ, ദെൻ the subject matter of the contract of sales must be movable goods. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗുഡ്സിനെ പറ്റി. സെയിൽസ് ഓഫ് കോൺട്രാക്റ്റിനകത്ത് എന്ത് ഗുഡ്സ് ആയിരിക്കണം? ഇറ്റ് ഷുഡ് ബി മൂവബിൾ ഗുഡ്സ് എന്ന് പറയുന്നുണ്ട്. ഇപ്പം മൂവബിൾ ഗുഡ്സിന് മാത്രമേ സെയിൽ നടത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ മൂവബിൾ ഗുഡ്സ് അല്ലാത്ത എന്തിനേയും നമുക്ക് സെയിൽസ് എന്ന് പറയാൻ കഴിയില്ല. സെയിൽ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് ആവണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി മൂവബിൾ ഗുഡ്സ്.
It's an essential element of a contract of sale that the subject matter of the contract of sale must be movable goods. ആ ഗുഡ്സ് എങ്ങനെയുള്ളതായിരിക്കണം? മൂവബിൾ ആയിരിക്കണം. ഇല്ലെങ്കിൽ കോൺട്രാക്ട് ഓഫ് സെയിൽസ് വാലിഡ് ആവില്ല. ആൻഡ് ഗുഡ്സ് മീൻസ് എന്താണ് മൂവബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? Every kind of movable goods, and it includes stock and share, growing crops, grass, copyright and patent right, gas and electricity എന്ന് പറയുന്ന എന്തും ആകാം. ഒറ്റ കണ്ടീഷനുള്ളൂ, ഇറ്റ് ഷുഡ് ബി മൂവബിൾ ആയിരിക്കണം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ദ ടേം ഗുഡ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയും സെയിൽസിനകത്ത് വരില്ല എന്നാണ് പറഞ്ഞത്. അതായത് സെയിൽസ് എന്നുള്ളൊരു ഇതിനകത്ത് ഒരിക്കലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ മൂവ്മെൻറ്റ് വരില്ല. അത് വേറെ മീനിങ്ങിലേക്ക് പോകും. ക്യാപിറ്റൽ ഗെയിൻ എന്നും എന്നുള്ള തരത്തിലുള്ള മീനിങ്ങിലേക്ക് നമുക്ക് പറഞ്ഞുവിടാം. ഇമ്മൂവബിൾ ഗുഡ്സ് ഒരിക്കലും, ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഒരിക്കലും കോൺട്രാക്ട് ഓഫ് സെയിൽസിനകത്ത് വരില്ല. Another requirements, the ownership of the goods must be transferred to the buyer. ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽസ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് സെല്ലറിൻ്റെ കയ്യിൽ നിന്നും ബയ്യറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം, നിർബന്ധമായും ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ദി അനദർ എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിൽസ്. ഓക്കെ, in every contract of sale, the ownership of the goods must be transferred by the seller to the buyer, or there should be an arranged agreement by the seller to transfer the ownership to the buyer. അപ്പോൾ സെയിൽസ് എന്ന് പറയണമെങ്കിൽ, ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽസ് എന്ന് പറയണമെങ്കിൽ there must be a transfer by the seller, transfer of ownership by the seller to the buyer. അതല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് എങ്കിലും ഉണ്ടായിരിക്കണം സെല്ലറിൻ്റെ കയ്യിൽ നിന്നും ബയ്യറിലേക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ബന്ധപ്പെട്ടുകൊണ്ടുള്ള. ആൻഡ് ഹൗ ദ ഫിസിക്കൽ ഡെലിവറി ഓഫ് ഗുഡ്സ് ഈസ് നോട്ട് എസെൻഷ്യൽ. നമുക്ക് ഫിസിക്കൽ ഡെലിവറി, അതായത് പൊസഷൻ ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിലും സാരമില്ല, ടൈറ്റിൽ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ഇഫ് ദ ടൈറ്റിൽ ഇൻ ദ ഗുഡ്സ്, ദാറ്റ് ഈസ് ഓൾ ദ ഓണർഷിപ്പ്, ഹാസ് ബീൻ ട്രാൻസ്ഫർഡ് ടു ദ ബയർ, ഇറ്റ് വിൽ ബി എ വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിൽസ്. ഇപ്പോൾ ഒരു ഗുഡ്സ് സെല്ലറുടെ കയ്യിൽ നിന്നും ബയ്യറുടെ കയ്യിലേക്ക് പൊസഷൻ വന്നിട്ടില്ല, പക്ഷേ അതിൻ്റെ ഓണർഷിപ്പ് മാറിയെങ്കിൽ ദാറ്റ് ഈസ് എ വാലിഡ് സെയിൽസ്. എന്നാൽ പൊസഷൻ വന്നിട്ടുണ്ട് പക്ഷേ ഓണർഷിപ്പ് മാറിയിട്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ വാലിഡ് സെയിൽസ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ മീനിങ്. ഇനി അനദർ റിക്വയർമെൻറ്റ്സ്, ദർ മസ്റ്റ് ബി സം പ്രൈസ് ഫോർ ദ ഗുഡ്സ്. വെറുതെ രണ്ട് പാർട്ടീസ് ഉണ്ട്, ഒരാൾ അടുത്ത ആളിന് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് പ്രൈസ് ഉണ്ടായിരിക്കണം. ദർ മസ്റ്റ് ബി സം പ്രൈസ് ഫോർ ദ ഗുഡ്സ്. It is also an essential element of a contract of sales. എന്താണ്? According to this element, the goods must be sold for some price. ഒരു പ്രൈസിന് വേണം ഗുഡ്സ് നമ്മൾ വിൽക്കാൻ. ആൻഡ് ദ പ്രൈസ് ഈസ് ദ മണി കൺസിഡറേഷൻ ഫോർ എ കോൺട്രാക്ട് ഓഫ് സെയിൽസ്. ഒരു വാലിഡ് കോൺട്രാക്റ്റിന് കൺസിഡറേഷൻ ആവശ്യമാണ്. സോ പ്രൈസ് ഈസ് ദ മണി കൺസിഡറേഷൻ ഫോർ എ കോൺട്രാക്ട് ഓഫ് സെയിൽ വേർ ദ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ഫോർ എനി കൺസിഡറേഷൻ അതർ ദാൻ മണി ദാറ്റ് വിൽ നോട്ട് ബി എ സെയിൽ. ശ്രദ്ധിച്ചോണം, where the ownership of the goods is transferred for any consideration which is other than that the money, that is not a valid sales. Then where the sales are exchanged for goods, ഒരു ഗുഡ്സിൽ നിന്ന് മറ്റൊരു ഗുഡ്സിന് വേണ്ടിയാണ് നമ്മൾ സെയിൽസ് നടത്തുന്നത്, that is not a valid sale, that is just a barter transaction. ബാർട്ടർ ട്രാൻസാക്ഷൻ നിങ്ങൾക്കറിയാം. ബാർട്ടർ ട്രാൻസാക്ഷൻ, ഗുഡ്സിന് പകരം ഗുഡ്സ് കൊടുക്കുന്ന സിസ്റ്റം, അതല്ല സെയിൽ എന്ന് പറയുന്നത്. Then it may be, however, be noted that the consideration may be partially in cash and partially in terms of goods. എന്നാൽ അങ്ങനെ സംഭവിക്കാം. കൺസിഡറേഷൻ എന്ന് പറയുന്നത് പാർട്ട്ലി ക്യാഷും പാർട്ട്ലി ഇൻ ടേംസ് ഓഫ് ഗുഡ്സും ഒക്കെ സംഭവിക്കാം. ഓക്കെ, ബാർട്ടർ സിസ്റ്റം ആകാൻ പാടില്ല എന്നുള്ളതാണ് കോൺട്രാക്ട് ഓഫ് സെയിൽസിന് അനദർ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വാട്ട് ആർ ദ എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ചാനൽ. ഓക്കെ, ബൈ ബൈ.